ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ 23-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. പ്രിയമുള്ളവരെ, നോമ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിനുള്ള പുതിയൊരു യാത്രയാണ്. നമ്മുടെ തെറ്റുകളൊക്കെ ഗ്രഹിക്കുകയും അതിലൂടെ ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുവാൻ തയ്യാറാകേണ്ട സമയമാണ് നോമ്പുകാലം. നാം ഇന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്ന ചില കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതിലൊന്നാമതായിട്ട് പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും ശക്തി. നാം 7-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു: യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിത യാത്രയിൽ നാം ക്ഷീണിക്കുമ്പോൾ, നാം തളർന്നു പോകുമ്പോൾ നാം പലപ്പോഴും കർത്താവിനോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്: കർത്താവേ, നീ എൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എനിക്ക് മറുപടിയൊന്നും ലഭിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് വ്യർത്ഥമാണോ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പലപ്പോഴും നാം ഓരോരുത്തരും ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവർ, ഈ ഭാഗം നമുക്ക് തരുന്നൊരു ഉറപ്പുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്. അത് തീർച്ചയായിട്ടും എത്ര വൈകിയായാലും നമുക്ക് തീർച്ചയായിട്ടും അത് ലഭിക്കും. പ്രിയമുള്ളവരെ, അതിന് നാം യാചിക്കണം, അന്വേഷിക്കണം, നാം മുട്ടിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് അത് തരുവാൻ ശക്തനായവനാണ്. നാം ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ ഈ നോമ്പുകാലം നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ഒരിക്കലും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. നാം താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും: മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അവൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്ന മനുഷ്യനാരുള്ളൂ? അതുപോലെ തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഉത്തമമായ സമയത്ത് നമുക്ക് തരും. അതിനുവേണ്ടി നാം കാത്തിരിക്കണം. നാം ഒന്ന് പ്രാർത്ഥിച്ച് മറുപടി ലഭിക്കുന്നില്ല എന്ന് കണ്ടാൽ നാം ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകാതെ നാം തീർച്ചയായിട്ടും അതിനുവേണ്ടി കാത്തിരിക്കുക. അത് തരുവാൻ ശക്തനായ ഒരു കർത്താവ് ജീവിച്ചിരിപ്പെടുന്ന വിശ്വാസം നമ്മെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ നിശബ്ദത ഒരിക്കലും, അവൻ്റെ നിഷേധമായി നാം ഒരിക്കലും കണക്കാക്കരുത്. രണ്ടാമതായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പാതയാണ്. നാം താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും: മനുഷ്യർ നമ്മോട് ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്ന കാര്യം നാം അവർക്കും ചെയ്യുക. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലം നമുക്ക് ആത്മപരിശോധനയുടെ സമയമാണല്ലോ. നാം മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, മറ്റുള്ളവരെ ക്ഷമിപ്പാൻ, മറ്റുള്ളവരുടെ കരുണയോടെ പെരുമാറാൻ തയ്യാറാകാൻ ഈ നോമ്പ് കാലം നമ്മെ രൂപപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ചിന്തിക്കണം, നാം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്നേഹവും ദയയൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. നാം എത്ര പേരോട് നമ്മുടെ സ്വാർത്ഥത മൂലം അകന്നു പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതൊക്കെ നമ്മൾ ഈ നോമ്പ് കാലത്ത് നമുക്കതൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം മുഖാന്തരം ഒരാളെങ്കിലും ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ, ഒരാളെങ്കിലും ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങുവാൻ നാം മുഖാന്തരം അവരിറങ്ങുകയാണെങ്കിൽ നമ്മെ ഓർത്ത് സ്വർഗം സന്തോഷിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം ഇപ്രകാരം നമ്മളിൽ നിന്ന് നഷ്ടമായ ദൈവസ്നേഹം നമുക്ക് തിരിച്ചിടാൻ നമുക്ക് സാധിക്കണം. അവസാനമായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത് ദൈവരാജ്യത്തിലേക്കുള്ള വാതിലാണ്. നാം താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നു: നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാണ്, എന്നാൽ സ്വർഗത്തിലേക്കുള്ള പാത വളരെ ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്. അത് കടക്കുന്നവർ ചുരുക്കമത്രേ എന്ന് പറയുന്നു. പ്രിയമുള്ളവർ, ഈ ചുരുക്കം പേരിൽ നാം ഉണ്ടോ എന്ന് നാം നമ്മെ തന്നെ ചോദന ചെയ്യണം. നാം ഇല്ല എങ്കിൽ ഈ നോമ്പുകാലം നമ്മെ അതിനായി രൂപപ്പെടുത്തുന്ന ഒരു കാലഘട്ടമായി മാറുവാൻ നമുക്കിടയായി തീരണം. നാം ഈ നോമ്പൊക്കെ എടുത്ത് കർത്താവിനോടടുത്ത് അവൻ്റെ വഴി തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മൾ തെറ്റിപ്പോകുന്ന ലോകത്താണ്, ലഹരിയുടെയൊക്കെ ആസക്തികൾ കൂടി വരുന്ന ലോകത്ത് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ നമുക്കിടയായി തീരണം. അതിനുവേണ്ടി കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം അപ്രകാരം ഈ ചുരുക്കം പേരിലായി കഴിഞ്ഞാൽ നാം നമ്മുടെ ചുറ്റുമുള്ളവരെ കൂടെ ഈ ഒരു കൂട്ടത്തിലേക്ക് നമ്മെ ആക്കി ഈ പറഞ്ഞ വാക്യം നമുക്ക് തിരുത്തി ഈ ചുരുക്കം പേരാണെന്നുള്ളത് അനേകം പേരാക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാൻ നമുക്ക് കഷ്ടപ്പെടേണ്ടി വരും. നമ്മുടെ ഈ ലോകം നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മെ അപമാനിക്കും, നമ്മെ ഉപേക്ഷിക്കും. എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്: ലോകം നിങ്ങളെ തള്ളിക്കളയും, എന്നാൽ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി നാം നമ്മുടെ ഓട്ടം ഓടണം. പ്രിയമുള്ളവർ, ഈ നോമ്പുകാലം നമ്മുടെ ഹൃദയത്തെ ദൈവത്തോട് തുറന്നു കൊടുപ്പാൻ ഉള്ളൊരു അതിമഹത്തായ അവസരമാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അനേകരെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ദൈവമേ, ഞങ്ങൾ ചിന്തിച്ച കർത്താവേ വചനങ്ങൾ കർത്താവേ, ദൈവമേ, നിൻ്റെ കർത്താവേ അനേകർക്ക് കർത്താവേ ഒരു അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ നോമ്പുകാലം കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലേക്ക് തന്ന് കർത്താവേ, ഞങ്ങളുടെ തെറ്റുകളൊക്കെ കർത്താവേ ഗ്രഹിപ്പാനും അത് തിരുത്തി കർത്താവ് മുൻപോട്ട് പോകുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.